ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു കക്ക റോസ്റ്റ് തയ്യാറാക്കിയാലോ? ഇതാ ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ച കക്കയാണ് ഇത്. എന്നിട്ട് നമ്മൾ ആ വെള്ളം ഊറ്റിയിട്ട് ഇതാ ഇതുപോലെ ഞെക്കി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളയണം. ഇത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. ഇതൊരു 250 ഗ്രാമോളം ഉണ്ട്. നന്നായിട്ട് വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട കൂട്ടുകൾ എടുക്കാം. ഇനി അതിലേക്ക് ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതാണ്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു 3-4 കഷ്ണം വെള്ളുള്ളി, ഒരു 2 പച്ചമുളക്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞു. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കിന് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഉള്ളി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനിയും വഴറ്റുക, നന്നായി വഴറ്റണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. കൈവിടാതെ വഴറ്റണം. തീ കുറച്ച് തന്നെ ഇടണം. നല്ല ചുവപ്പ് കളറാകുന്നവരെയും വഴറ്റി കൊടുക്കണം. വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് പൊടികൾ ഇടാവേ. ആദ്യം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇട്ട് നന്നായി വഴറ്റി ചുവപ്പ് കളറാകുന്നവരെ വഴറ്റണം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ഇടാവേ. ഇട്ട് നന്നായി മസാലയൊക്കെ ഇതിലേക്ക് ഇളക്കി പിടിപ്പിക്കാം. നന്നായി അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം, സിമ്മിലിട്ടുകൊണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലൊഴിക്കുന്നത്, നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുതേ. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി. നമുക്കിത് നന്നായി വീണ്ടും ഇളക്കി അടി ചേർത്ത് ഇളക്കി കൊടുത്ത് വെള്ളം ഒന്നും ഒഴിക്കാത്ത ഇനി ഈ വെള്ളം വറ്റുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നേ. വെള്ളം വറ്റുന്നവരെയും നമ്മളിതിങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം. നന്നായി വെള്ളം വറ്റി നല്ല ഡ്രൈ. നമ്മുടെ കക്കയൊക്കെ ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ഇതാ സ്വാദിഷ്ടമായ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.